ഏതൊരു സിനിമാക്കാരൻ്റെയും മോഹമാണ് തൻ്റെ സൃഷ്ടി പനോരമയിലേക്ക് എത്തുക എന്നുള്ളത്. പനോരമയിലേക്ക് എത്തിയ പയ്യന്നൂരിലെ സിനിമ കാൽച്ചിലമ്പ് 50-ലേറെ വർഷത്തെ നാടക പരിചയവുമായി പയ്യന്നൂരിൻ്റെ സ്വന്തം MT ലെറ്റ്സ് ടോക്കിൽ. അപ്പോൾ ശരിക്ക് MT സാർ എങ്ങനെയാണ് ഈ നാടകരംഗത്തേക്ക് എത്തിപ്പെടുന്നത്? അതിൻ്റെ ഒരു കഥ എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഏത് കുട്ടിക്കും തോന്നുന്നൊരു കൗതുകമുണ്ട്. നമ്മൾ ഫുട്ബോൾ കളി കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനാവണം, അതെ. നാടകം കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു നാടകക്കാരനാവണമെന്ന്, സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്ന് തോന്നും. അങ്ങനെ പല താല്പര്യങ്ങളുണ്ടായ കൂട്ടത്തിൽ ഈ നാടകത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്, ഞാൻ കോൽക്കളി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടിനടുത്ത് PP നാരായണൻ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു കോൽക്കളി എന്നല്ല, കളരി ആശാൻ, അദ്ദേഹത്തിൻ്റെ കോൽക്കളി സംഘത്തിൽ ഞങ്ങൾ ഒരേ പ്രായത്തില്ല, ഞാനന്ന് 7ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. ഞങ്ങളെല്ലാം കോൽക്കളി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൽക്കളിയുടെ അരങ്ങേറ്റം 2-3 വർഷം പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു അരങ്ങേറ്റം നടത്തണം എന്ന് പറഞ്ഞത്, അരങ്ങേറ്റത്തോടനുബന്ധിച്ചിട്ട് ഒരു നാടകവും കൂടി ആയാലോ എന്ന് 7ാം ക്ലാസ് പഠിക്കുന്ന ആ സമയത്ത് നമുക്ക് തോന്നുകയാണ്. അപ്പം അന്ന് ഈ നാടകങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിചയങ്ങളൊന്നുമില്ല, നാടകങ്ങൾ കണ്ടു പരിചയമല്ലാതെ നാടകക്കാരുമായിട്ടുള്ള വലിയ പരിചയമില്ല. അപ്പം എൻ്റെ വീടിന് തൊട്ടടുത്താണ് ആ സമയത്ത് ജ്യോത്സ്യർ BA ഗോപാലപ്പൊതുവാൾ, ഇപ്പോഴത്തെ പയ്യന്നൂരിലെ പ്രഗത്ഭനായ ജ്യോത്സ്യരാണ്. അയാൾ താമസിക്കുന്നത് വെച്ചാൽ അയാളുടെ അച്ഛൻ്റെ വീടാണ് എൻ്റെ വീടിനടുത്ത്. അപ്പോൾ അയാൾ അവിടെ താമസിച്ചുകൊണ്ടാണ് ജ്യോതിഷത്തിൽ ജ്യോതിഷം പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അയാളാണെങ്കിൽ ചന്ദ്രശേഖരൻ വൈദ്യർ ചെയ്യുന്ന നാടകങ്ങൾക്കൊക്കെ പ്രോംപ്റ്റ് ചെയ്യാനും അങ്ങനെ ചന്ദ്രശേഖരൻ വൈദ്യരുടെ കൂടെ നടക്കുന്ന ഒരു കാലം. അപ്പോൾ 69-ലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അയാൾ എടുത്ത് ഞാനിത് പറയുമ്പോൾ അയാൾ പറഞ്ഞു, നമ്മുടെ ജ്യോതിസദനത്തിലെ സദനം നാരായണൻ എഴുതിയൊരു നാടകമുണ്ട്, ഞാൻ കൊണ്ടുവരാം, നീ ഒന്ന് വായിച്ചു നോക്കും. അയാൾ ആ നാടകം കൊണ്ടുവന്നു. പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നൊരു നാടകമാണ്, ഒരു 45 മിനിറ്റ് വരുന്നൊരു നാടകം. അപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ നല്ല രസമുണ്ട്. പെണ്ണുങ്ങളില്ലാത്തൊരു നാടകം, പക്ഷെ പെണ്ണുങ്ങൾ അണിയറയിൽ ഉണ്ട് എന്ന രീതിയിൽ ഒരുപാട് ശബ്ദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ നാടകം ഈ ജ്യോത്സ്യർ ഗോപാലപ്പൊതുവാളനെ സംവിധാനം ചെയ്തിട്ട് ഞങ്ങൾ ഈ കോൽക്കളിയുടെ അരങ്ങേറ്റത്തോടനുബന്ധിച്ച് ആ നാടകം, പിന്നെ ടാബ്ലോ, പിന്നെ എന്തൊക്കെയോ കോമഡികൾ. അന്ന് ഈ കോമഡി എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ മാതിരി മിമിക്രി അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും തമാശകൾ പറയാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി അവതരിപ്പിച്ചു. അത് വൻ വിജയമായി എന്ന് കാണുമ്പോൾ പിന്നെ നമുക്ക് നാടകത്തോടുള്ള അഭിനിവേശമായിരുന്നു. പിന്നെ എവിടെ നാടകം ഉണ്ടെങ്കിലും കാണാൻ പോവുക, അതുപോലെ നമുക്ക് കളിക്കാൻ പറ്റുന്ന അവസരങ്ങൾ കളിക്കുക എന്നത്. അടുത്ത വർഷം ഈ വേമ്പു എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു നാടക സംവിധായകൻ എൻ്റെ വീടിനടുത്ത് ഒരു കടയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ അയാളുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അയാൾ സംവിധാനം ചെയ്തുകൊണ്ടൊരു നാടകം കളിക്കുക, കാരണം അയാൾ ടിക്കറ്റ് വെച്ചിട്ട് ഗാന്ധി മൈതാനിയിൽ കെട്ടി നാടകം കളിച്ച ആളാണ്. അപ്പോൾ അയാളുടെ സംവിധാനത്തിലൊരു നാടകം കളിക്കുക. അങ്ങനെ കടലിരമ്പുന്നു എന്ന PG ആൻ്റണിയുടെ നാടകം, അതിൽ ഞാൻ ഒരു കോമഡി കഥാപാത്രമായിരുന്നു. ആണിനെ പെണ്ണ് കെട്ടിക്കൊണ്ട് ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുകയാണ്. പെട്രോമിക്സ് വെച്ചിട്ടാണ്. അന്ന് ഇതൊന്നും എവിടെയില്ല, കറണ്ടൊന്നും നമ്മുടെ ഭാഗത്തേ ഇല്ല. അപ്പോൾ പെട്രോമാക്സ് വെച്ചിട്ട് നാടകം കളിക്കുന്നു. സൗണ്ട് ബാറ്ററി വെച്ചിട്ടാണ് മൈക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പീപ്പിൾസ് കൊറ്റിയിൽ നിന്നാണ് സൗണ്ട് കൊണ്ടുവന്നത്. എങ്ങനെ? തോണിയിൽ കൊണ്ടുവന്നിട്ടാണ് ഈ അന്നൂർ പടിഞ്ഞാറേക്കരയിൽ ഈ സൗണ്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങളൊന്ന് നാടകം കളിക്കുന്നു, കടലിൽ ചമ്പുന്നു. ആ നാടകവും വൻ വിജയമാവുന്നു. പിന്നെ ഈ വേമ്പു എന്ന് പറയുന്ന സംവിധായകൻ ആ ഭാഗത്ത് മുഴുവൻ, അതായത് ഈ പയ്യന്നൂരും പരിസരത്തുമല്ല, കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മിക്ക കലാസമിതികൾക്കും നാടകം ചെയ്യുന്നു. അപ്പോൾ ആ സംവിധായകൻ്റെ പിന്നാലെ ഞാൻ പ്രോംപ്റ്റ് ചെയ്യാനും അതുപോലെ പെണ്ണുങ്ങൾ വരാത്ത ദിവസം പെണ്ണായി നിൽക്കാനും എല്ലാമായിട്ട് അയാളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. അങ്ങനെ ഒരു 5-6 വർഷത്തെ അയാളുടെ കൂടെയുള്ള സഞ്ചാരം, ജോലി, അതായത് ഈ നാടകം കളിച്ചാൽ ഒന്നും കിട്ടില്ല. കാരണം ഈ
വെമ്പു എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കുക ഒന്നിക്ക് ഒരു ഷർട്ടിൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു മുണ്ടോ, ഇതൊന്നും അല്ലെങ്കിൽ ഒരു 50 രൂപയോ ആണ്. ജീവിക്കാവുന്ന ഒരു വഴിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അയാൾ ഈ കച്ചവടമൊക്കെ പൂട്ടിപ്പോയപ്പോൾ ഏറ്റുപണി തുടങ്ങി. ഏറ്റവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പകൽ റിഹേഴ്സലൊക്കെ വരുമ്പോൾ ഇയാൾ റിഹേഴ്സലിന് വരും. അപ്പോൾ ഉച്ചക്കേറ്റ് നിൽക്കും. അങ്ങനെയൊക്കെ വന്ന് കുറേ തെങ്ങുകളൊക്കെ ഉണങ്ങിപ്പോയി, ആളുകൾ പ്രശ്നമുണ്ടാക്കി. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അയാൾ അന്നേരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പയ്യന്നൂർ ദിനേശ് പീടി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അരുണോദയ കലാസമിതി എന്ന് പറയുന്ന നാടക ട്രൂപ്പിന് വേണ്ടി വിഷക്കാറ്റ് എന്ന നാടകം. അന്ന് ഈ നാടകങ്ങൾ കളിക്കുമ്പോൾ മിക്കവാറും പേര് മാറ്റും. എന്താ വെച്ചാൽ ഈ നാടകകൃത്തിൻ്റെ അനുമതി ഇല്ലാതെ ഈ നാടകം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പുസ്തകത്തിൻ്റെ പുറത്ത് എഴുതും. അപ്പോൾ അന്ന് അനുമതി മേടിക്കാനൊന്നും പോകാൻ കഴിയാത്തതുകൊണ്ട് നാടകത്തിൻ്റെ പേര് മാറ്റി കളയാം. എന്നാൽ ഇതാർക്കും അറിയില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടാണ് നാടകം കളിക്കുന്നത്. ഈ നാടക റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ജീവിത പ്രാരബ്ധം കൊണ്ട് നാട് വിടുകയാണ്. അപ്പം എന്നോട് പറയുന്നത്, ആ നാടകത്തിൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞ് രാത്രി 12 മണിക്ക് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്നോട് പറയുന്നു, ഇന്ന് ഞാൻ നാട് വിടും. രാത്രി 2 മണിയുടെ മംഗലാപുരം ബസ്സിന് ഇവിടുന്ന് പോകും. അപ്പം നീ ഇന്ന് ആരോടും പറയാൻ പാടില്ല. നാളെ വീട്ടിൽ പോയിട്ട് ഭാര്യയോട്, കുട്ടികളുമുണ്ട്, അവരോട് പറയണം ഞാനിങ്ങനെ ജോലി ആവശ്യാർത്ഥം ഒരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളത്, അവിടെ എത്തി ഉടനെ കത്തയക്കും എന്ന് പറയണം. മറ്റാരോടും ഒന്നും പറയണ്ട. 2-3 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ കലാസമിതിക്കാരോട് പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ PG എന്നൂരിനോ അല്ലെങ്കിൽ വിശ്വഭവനിലെ കുഞ്ഞിരാമ പോലെയോ, അയാൾ അന്നേരം നാടകം ചെയ്യുന്ന ഒരാളാണ്, അവർ ആരെങ്കിലും ഞാൻ വേണമെങ്കിൽ ആക്കിത്തരാം. ഇനി അല്ല നിങ്ങൾക്ക് ആത്മധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ 6 വർഷമായി അയാളുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ നടക്കുന്നത്, ഞാൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ അവർക്ക് വേറെ ആൾ വന്നാൽ ചിലപ്പോൾ ഇതെല്ലാം കൊളാവുമോ എന്നുള്ള പേടിയുണ്ടോ എന്തോ, നീ ചെയ്താൽ മതി എന്നോ. അങ്ങനെ ആദ്യമായിട്ടൊരു വലിയ നാടകം ഈ വിഷക്കാറ്റിൻ്റെ സംവിധായകനാകുന്നു 1975 അടിയന്തരാവസ്ഥ കാലത്ത്. ആ നാടകം സംവിധാനം ചെയ്തു. ആ നാടകം വൻ വിജയമായി. അതോടുകൂടി പയ്യന്നൂർ ഭാഗത്തുള്ള നിരവധി കലാസമിതികൾക്ക് ആ വർഷം തന്നെ ഞാൻ നാടകം ചെയ്തു. ടെമ്പിൾ ബ്രദേഴ്സ് രൂപീകരിക്കുന്നതും ആദ്യ നാടകം ചെയ്യുന്നതും ഞാനാണ്. അപ്പോൾ ആ കാലത്ത് ഒരുപാട് നാടകങ്ങൾ, അതുപോലെ തന്നെ പയ്യന്നൂർ ഉദയ കലാസമിതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിരവധി നാടകങ്ങൾ ഈ വർഷം തന്നെ ചെയ്തു. അടുത്ത വർഷം ഷിമോഗ കേരള കലാവേദിക്ക് വേണ്ടിയിട്ട് ഒരു നാടകം ചെയ്യാണ്. ഈ പറയുന്ന സമയത്ത് എനിക്ക് 18 വയസ്സാണ്. അപ്പോൾ ഈ 18 വയസ്സുള്ള സമയത്താണ് ഞാൻ ഷിമോഗ കേരള കലാവേദിക്ക് വേണ്ടി മലയാളികളുടെ ഒരു നാടകം, അഗ്നിവല എന്നുള്ള നാടകം സംവിധാനം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ നാടകത്തിൻ്റെയും വിജയം, ഈ കേരള കലാവേദിക്ക് പകരം അപ്പുറത്ത് ഭദ്രാവതി കൈരളി കലാനിലയത്തിന് നാടകം ചെയ്തു, പൂനെയിൽ നാടകം ചെയ്തു, ബോംബെ നാടകം ചെയ്തു, ഈ കോയമ്പത്തൂർ നാടകം ചെയ്തു, ചെന്നൈ നാടകം ചെയ്തു. നിരവധി മലയാളി സമാജങ്ങൾക്ക് വേണ്ടിയും നാടകങ്ങൾ ചെയ്തു. പയ്യന്നൂരും പരിസരത്തും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോടിൻ്റെ ഇങ്ങേ ഭാഗം, വയനാടിൻ്റെ 1-2 കലാസമിതികൾ എന്നുള്ള പറഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങളിൽ ഒരു 10-20 വർഷക്കാലം തുടർച്ചയായിട്ട് നാടകങ്ങൾ. അത് കലാസമിതികൾക്കും വായനശാലകൾക്കും പള്ളികൾക്കും അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾക്കും ഇന്നതെന്നില്ല എല്ലാറ്റിനു വേണ്ടിയും നാടകങ്ങൾ ചെയ്യാൻ സാധിച്ച ഒരു കാലഘട്ടം. പക്ഷേ ആ കാലം ഇങ്ങനെ, ഞാൻ 75 കഴിഞ്ഞ് 95 ആകുമ്പോഴേക്ക് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ നാടകങ്ങൾ കുറഞ്ഞു വരാൻ തുടങ്ങി. കുറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ അമേച്ചർ കലാസമിതികളുടെ നാടകങ്ങളൊക്കെ നിൽക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ വരുമ്പം ഒരു കൊല്ലം 40 നാടകങ്ങളൊക്കെ ചെയ്തിരുന്ന ഞാൻ, കാരണം ഞാൻ നാടകം ചെയ്യാം, വേമ്പോട്ടും ചെയ്യുന്ന സമയത്ത് പൈസ കിട്ടാറില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ നാടകം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറേശ്ശെയായിട്ട് പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ആരോടും കണക്ക് പറഞ്ഞൊന്നും വാങ്ങാറില്ല. 1000 തരുന്നവർ, 2000 തരുന്നവർ, 3000 തരുന്നവർ, 5000 അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ 95 ആകുമ്പോഴേക്ക് അമേച്ചർ നാടകങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വന്നു. ഒരു കൊല്ലം 40 നാടകങ്ങൾ അമേച്ചർ നാടകം ചെയ്ത് ഞാൻ 40 നാടകം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ സീസൺ എന്ന് പറയുന്നത് 6 മാസമാണ്. ഈ 6 മാസത്തിനിടയിൽ റിഹേഴ്സൽ എടുത്ത് നാടകം കളിക്കുക എന്ന് പറയുന്ന ഒരു സമയം വരുമ്പോൾ നമുക്ക് റിഹേഴ്സലിന് കിട്ടുക 3, 4, 5 റിഹേഴ്സലാണ് ഒരു നാടകത്തിന് കിട്ടുക. അങ്ങനെ വരുമ്പോൾ 40 നാടകങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച ഞാൻ കല്യാണം കഴിച്ചു, 3 പെൺകുട്ടികളായി, ഭാര്യ
അച്ഛൻ, അമ്മ, വലിയ കുടുംബം, പെങ്ങന്മാർ 3 ഇതിനൊന്നും ഉള്ള വരുമാനം ഇതുകൊണ്ട് നടക്കില്ല എന്നതിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ പതുക്കെ മോഹൻ കുപ്ലേരി എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇവിടെ കളിച്ച് വളർന്ന്, പിന്നീട് അയാൾ ഈ സ്വയംവരം എന്ന് പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ കൊണ്ടുപോകാൻ വേണ്ടി ചിത്രലേഖ ഫിലിംസ് പോയി. പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അസിസ്റ്റൻ്റായി. അങ്ങനെ അയാൾ സിനിമാ രംഗത്തെത്തി നിരവധി സിനിമകളുടെ അസിസ്റ്റൻറ്റും അസോസിയേറ്റുമായി അവസാനം സ്വന്തമായിട്ട് സിനിമ ഗൃഹപ്രവേശം എന്നുള്ള സിനിമ ചെയ്തു. അതിനുശേഷം പുള്ളി പയ്യന്നൂർ വന്നപ്പോൾ മുരളീദാസ് പറഞ്ഞു, ഇങ്ങനെ MT നാടകം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത്, എനിക്ക് പറ്റുമെങ്കിൽ മദ്രാസിലേക്ക് കൂട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നു. അങ്ങനെ മോഹൻ കുപ്ലേരിയുടെ അസിസ്റ്റൻ്റായിട്ട് സീരിയൽ രംഗത്തും പിന്നീട് സിനിമാ രംഗത്തും എത്തിപ്പെടുക. ഇതാണ് ഞാൻ നാടകത്തിൽ നിന്ന് സിനിമയിൽ എത്താനുണ്ടായൊരു സാഹചര്യം. സിനിമയിലെത്തി കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. കാരണം നമുക്ക് കഴിവുണ്ടായത് കൊണ്ട് മാത്രമൊന്നും സിനിമയിലൊന്നും ആവാൻ പറ്റില്ല. കഴിവല്ല ഇതിന് പ്രശ്നം, നമുക്ക് പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലേ നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് ഡയറക്ടർ ആവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് പണിയെടുത്ത് ജീവിക്കാം. ശരി, അങ്ങനെയെങ്കിലും ജീവിക്കാം എന്നുള്ള നിലയിൽ അതിൽ ഉറച്ചു നിന്നു. ഒരു ഘട്ടത്തിലെത്തുമ്പം എന്നെ ഒരു പ്രൊഡ്യൂസർ സമീപിച്ചു ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, സിനിമ ചെയ്യാം, പക്ഷേ അത് ഏത് രീതിയിലുള്ള സിനിമ നിങ്ങളാണ് പറയുന്നത്. അതല്ല, നല്ല സിനിമയായിരിക്കണം. ആ സിനിമ ഓടുന്നില്ലയോ എന്നില്ല, അല്ല നല്ല സിനിമയായിരിക്കണം. അപ്പോൾ എനിക്ക് മുമ്പ് മോഹൻ കുപ്ലേരിക്ക് വേണ്ടിയിട്ട് ഈ എടാട്ടുള്ള എൻ്റെ അടുത്ത സുഹൃത്ത് മന്യത്ത് സുകുമാരൻ എന്ന് നാടകം എഴുതുന്ന കാലത്ത് പറയുന്ന ആൾ സുകുമാർ ജി എന്നുള്ള പേരിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് മോഹൻ കുപ്ലേരി എന്ന് വായിച്ച് കേൾപ്പിച്ചിരുന്നു. ഈ തെയ്യക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അത് മോഹൻ കുപ്ലേരി ചെയ്യാനിരിക്കുമ്പോഴാണ് ജയരാജിൻ്റെ കളിയാട്ടം വന്നത്. കളിയാട്ടം വന്നപ്പോൾ കുപ്ലേരി അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ വേണ്ടെന്ന് വെച്ചു. അതും കഴിഞ്ഞൊരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഈ അവസ്ഥ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അത് ചെയ്താലോ. അങ്ങനെ ആ സ്ക്രിപ്റ്റിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ആദ്യ സിനിമ കാൽച്ചിലമ്പ് ചെയ്യുന്നത്. ആ സിനിമ ചെയ്തു. അപ്പോൾ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയാകുമ്പോഴാണ് ഈ പ്രൊഡ്യൂസർ എന്നോട് ചോദിക്കുന്നത്, നമുക്ക് പാർട്ട്ണറായിട്ട് വലിയ പൈസ ഒന്നും മുടക്കിയിട്ടില്ല, എന്നാൽ ഈ ഭാഗത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാർട്ട്ണറായി ആരെങ്കിലും കിട്ടുമോ. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ സ്റ്റുഡിയോ, അതായത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ സ്റ്റുഡിയോ, അന്ന് വെറും വീഡിയോ എഡിറ്റിംഗ് സ്റ്റുഡിയോ, കല്യാണത്തിന് ക്യാമറ വാടക കൊടുക്കുന്ന ഒരു സ്റ്റുഡിയോ ആയി. ഇതിൻ്റെ ഓണർ ഒരു മധു മരങ്ങാട് എന്ന് പറയുന്ന ഒരു നമ്പൂതിരിയാണ്. അപ്പോൾ അയാളുമായിട്ട് ഞാൻ നല്ല കണക്ഷനാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു 100% വെജിറ്റേറിയനാണ്, അയാളും അതെ. അപ്പം അങ്ങനെ വരുന്ന ഒരു ബന്ധത്തിൻ്റെ പേരിൽ അയാളോട് ചോദിച്ചു. അപ്പോൾ അയാളുടെ മറ്റ് സുഹൃത്തുക്കളൊക്കെ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എത്ര പൈസ മുടക്കേണ്ടി വരും? ഒരു 10 റുപ്യ മുടക്കിയാൽ മതി എന്ന് പറഞ്ഞു. മറ്റേ 10 ലക്ഷം റുപ്യ അയാൾ റെഡി ക്യാഷായിട്ട് മറ്റേ കയ്യിലെടുത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പം അത്ര പെട്ടെന്ന് കൊടുക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. ശരിയെന്ന് പറഞ്ഞാൽ തുടങ്ങി. പക്ഷെ മറ്റേ ആളെന്ത് ചെയ്തറിയാം, ഇയാളുടെ 10 കൊണ്ടാണ് സിനിമ തുടങ്ങിയത്, അത് നമുക്കറിയില്ല. തുടങ്ങിയ ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് അയാൾ ഞാൻ പൈസയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ബോംബെയിലേക്ക് പോകാം. അങ്ങനെ ബോംബെയിൽ പോയ ആളെയും കാത്ത് നമ്മൾ ഇരുന്നിരുന്ന് കുറേ കഴിയുമ്പോൾ അയാൾ കുറച്ച് കാശുമായിട്ട് വന്നു. ആ കുറച്ച് കാശ് മുടക്കിയിട്ട് ചെയ്തു. പിന്നെ സിനിമ പയ്യന്നൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണം, കാഞ്ഞങ്ങാടാണ് ഷൂട്ടിങ്. അപ്പോൾ പയ്യന്നൂരേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഭയങ്കര മഴ എന്നുള്ള ഒരു കാരണമായി അയാൾ അതിലൂടെ വെച്ചിട്ടൊന്ന് പോകുകയും ചെയ്തു. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർക്കാരനാണ്, 10 ലക്ഷം റുപ്യ മുടക്കി കഴിഞ്ഞു. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്ത് ആളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് പ്രശ്നമല്ലേ എന്ന രീതിയിൽ അയാളത് ഏറ്റെടുക്കുകയും മറ്റേയാളിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കുകയും ഇയാളതിൻ്റെ പണി 100% പൂർത്തിയാക്കുകയും. പക്ഷെ പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും പൈസ ഇല്ല. റിലീസ് ചെയ്യണമെങ്കിൽ അന്ന് ഇതുപോലെയല്ല, ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. ഒരു പ്രിൻ്റ് തയ്യാറാക്കാൻ തന്നെ ലക്ഷങ്ങൾ വേണം. അപ്പോൾ ആ സമയത്ത് 10, 16, 18 തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യുക. എന്നാൽ പോലും അത്രയും ലക്ഷങ്ങൾ വേണം. അപ്പം അത്രയും ലക്ഷങ്ങളൊന്നും ഇയാളുടെ കയ്യിലില്ല. ഇത് കംപ്ലീറ്റ് ചെയ്ത് തന്നെ പല ആളോടും വാങ്ങിയിട്ടാണ്. അങ്ങനെ റിലീസിങ് നീണ്ടുപോയി. പക്ഷെ അതിനിടയിൽ നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് പനോരമക്ക് അയച്ചു. മനോരമക്ക് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വിചാരിച്ച് അയച്ചു എന്നല്ല, പക്ഷെ
എന്തോ അയാളുടെ ഭാഗ്യം കൊണ്ടോ എൻ്റെ ഭാഗ്യം കൊണ്ടോ മനോരമയ്ക്ക് സെലക്ഷൻ കിട്ടി. അപ്പോഴാണ് നാട്ടുകാർ തന്നെ അറിയുന്നത് ഈ സിനിമ അടി മുങ്ങിപ്പോയിട്ടില്ല. ആ സിനിമ ഇന്ത്യൻ പനോരമയിൽ സെലക്ട് ചെയ്ത് ഗോവയെ ഫെസ്റ്റിവലിന് കളിച്ചപ്പോൾ നമ്മുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം തിയേറ്ററിൽ ക്ലാപ്പുകളായിരുന്നു. അത് കഴിഞ്ഞ് ആളുകളിങ്ങനെ വന്നിട്ട് കാലിൽ വീഴുന്നൊക്കെ ഒരു അവസ്ഥയാണ് ആ സിനിമ. അതുപോലെ തന്നെ തിയേറ്ററിലേക്ക് പോകാൻ സാധാരണ മലയാള സിനിമക്കൊന്നും കിട്ടുന്ന ഒരു അവസരമല്ല റെഡ് കാർപ്പറ്റിലൂടെ നടക്കുക എന്നുള്ളത്. ആ വർഷം നമുക്കാണ് റെഡ് കാർപ്പറ്റിലൂടെ നടക്കുക എന്നൊരവസ്ഥയുണ്ട്. റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്നത് ആദ്യം അവർ നമ്മളെ പേര് വിളിച്ച് സ്റ്റേജിൽ കയറ്റും, ആളുകളെല്ലാം ഉണ്ടാവും. അവിടുന്ന് ബാൻഡ് വാദ്യത്തോടുകൂടെ നമ്മളെ തിയേറ്ററിനകത്തേക്ക് കൊണ്ടുപോകല. അപ്പം അതിനിടയിൽ ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്കുള്ള സ്ഥലത്ത് നിന്ന് ചായയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രക്കാർ വരും, അവരുമായി സംസാരിച്ചിട്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ തിയേറ്ററിനകത്ത് കൊണ്ടുപോയിട്ട് ഷോ തുടങ്ങുമ്പോൾ നമുക്ക് ബൊക്കെ നൽകി അവിടുന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ്. ഇത്തരം ഒരു അവസ്ഥ ആ വർഷം മലയാള സിനിമയ്ക്ക് നമുക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ വർഷം ശരിക്കും പറഞ്ഞാൽ എലക്ട്ര എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ലെനിൻ രാജേന്ദ്രൻ്റെ മകരമഞ്ഞുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യത്തിൻ്റെ സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ മമ്മി ആൻഡ് മീ ഉണ്ടായിരുന്നു. അതുപോലെ ശ്രീനിവാസൻ്റെ ആത്മകഥ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ ഒരു ഭാഗ്യം കിട്ടിയത് നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ ഇപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത്. കാരണം സിനിമ ചെയ്ത് ഒരുപാട് ആൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ഔന്നത്യത്തിലേക്ക് എത്തുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോഴും ഈ സ്ഥാപനം നിലനിർത്തുകയും ഞാനിവിടെ എല്ലാ ദിവസവും വരും തുറക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ബന്ധം ഇന്നും നിലനിൽക്കുന്നു. പിന്നെ ആ സിനിമ പല രീതിയിൽ OTT-യിൽ റിലീസ് ചെയ്ത് കുറച്ച് കിട്ടി, പിന്നെ വേറൊരു മേളയിൽ കളിച്ചു കുറച്ച് കിട്ടി, പിന്നെ അവിടെ നിന്ന് കുറച്ച് കിട്ടി, അങ്ങനെ എവിടെ നിന്നൊക്കെയോ കുറച്ച്. ഇപ്പോൾ യൂട്യൂബിൽ ശരിക്കും പറഞ്ഞാൽ 18 ലക്ഷത്തോളം ആൾക്കാർ കണ്ടു കഴിഞ്ഞു യൂട്യൂബിൽ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ അതിനിടയിൽ പാട്ട് കൊടുത്ത് കുറച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതല്ലാതെ അയാൾ ഇറക്കിയ പൈസ പൂർണ്ണമായും തിരിച്ചു വന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പൈസ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതാണ് നമുക്കതിൽ കിട്ടുന്ന സംതൃപ്തി. പിന്നെ ഉണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാടകരംഗത്ത് ഞാൻ തുടർച്ചയായി 10-25 വർഷം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സിനിമ തുടങ്ങിയതിന് ശേഷം നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നാടകം ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴും നമ്മളെ ആരും ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ വേറെ ആവശ്യത്തിനോ ഒന്നും ആരും വിളിക്കാറില്ല. പക്ഷെ ഈ സിനിമയുടെ ഇതോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു വഴി പല ആളും നമ്മളെ ഉദ്ഘാടനത്തിനും പ്രസംഗിക്കാനോ അതിനൊക്കെ വിളിക്കുന്നതുകൊണ്ട് നമുക്ക് തരുന്ന ചില്ലറ വലിയ പൈസ വന്നിട്ട് കൊണ്ടുപോകുന്നതല്ല പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിതോപാധി നടക്കുന്നു എന്നതാണ് ഇപ്പോൾ സന്തോഷകരമായൊരു കാര്യം. അത് ഇപ്പോൾ നടക്കുന്നു. അതിന് ശേഷം സിനിമ ചെയ്യാൻ പലപ്പോഴും മെനക്കെട്ടെങ്കിലും സാധിച്ചിട്ടില്ല. കാരണം ഒരു പ്രാവശ്യം പൈസ ഇല്ലാതെ ഇത്രയും ബുദ്ധിമുട്ടിയത് മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി ഇല്ലാതെ തുടങ്ങാൻ കഴിയില്ല എന്നൊരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ തുടങ്ങാത്തത്. അതൊക്കെയാണ് സിനിമയുടെ കാര്യം. പിന്നെ അതിനിടയിൽ ഈ അടുത്ത കാലത്തായിട്ട് സംഗീത നാടക അക്കാദമി നാടക സിനിമാ സംവിധായകൻ നടൻ എന്ന നിലയിൽ എന്നെ ഗുരുപൂജ അവാർഡ് തന്ന് സ്വീകരിച്ചു. അതിനുശേഷം ഇപ്പം PK ധർമാനന്ദൻ മാഷ് സ്മാരക അവാർഡ് അതേ വർഷം തന്നെ കിട്ടി. അതിനുശേഷം ഈ ദുബായ് സൗഹൃദവേദിയുടെ സുധാകരൻ സ്മാരക പുരസ്കാരം, ഈ 3 പുരസ്കാരം ഒരേ വർഷത്തിൽ കിട്ടി. അത് ഞാൻ നാടക സംവിധാനം തുടങ്ങിയതിൻ്റെ 50-ാം വർഷം പൂർത്തിയാകുമ്പോഴാണ്. അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. 51ാമത് വർഷമായി. എന്നാലും ഇപ്പോഴും നാടകവും അതുപോലെ സിനിമ വന്നാൽ സിനിമയും ഇതൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കും. അതിനിടയിൽ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ MT അന്നൂര് എന്ന കഥാപാത്രമായിട്ട് തന്നെ അഭിനയിച്ചു. സ്വന്തം പേരിൽ തന്നെ അഭിനയിച്ചു. അതെ അതെ, അത് ഒരു പ്രത്യേകതയാണ്. കാരണം ഇത് നാടകക്കാരുടെ കഥ എന്ന രീതിയിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നാടകം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ ഒരു പെണ്ണിനെ പ്രണയിക്കാൻ വേണ്ടിയിട്ട്. ഈ പെണ്ണിനെ പ്രണയിക്കേണ്ട ആവശ്യത്തിന് ഇവൻ സംവിധായകൻ എന്നുള്ള പേരിലൂടെ വരികയാണ്.
പക്ഷെ ഇവന് നാടകമൊന്നും അറിയില്ല. അപ്പോൾ ഇവൻ്റെ സുഹൃത്ത് പറയും, എനിക്ക് നാടകം അറിയില്ലെങ്കിലും നാടകം അറിയുന്ന കുറേ ആളെ ഇതിൽ വിളിച്ച് അഭിനയിപ്പിച്ചാൽ പോരെ. അവരഭിനയിക്കൂലേ, പിന്നെ നിനക്കൊന്നും പഠിക്കാനില്ലേ. അങ്ങനെയാണ് MT എന്നൂർ എന്ന് പറയുന്ന എന്നെയും KC കൃഷ്ണനെയും KP കൃഷ്ണനെയും PT മനോജിനി ഇങ്ങനെ കുറേ നാടകക്കാരെ വിളിക്കുന്നു. അങ്ങനെ കുറേ നാടകക്കാരെ വിളിച്ച് ഇതിൽ അഭിനയിപ്പിക്കുന്നു. അപ്പോൾ നാടകക്കാരനായ എൻ്റെ ജീവിതവുമായിട്ട് ഈ നാടകത്തിന് അല്ലെങ്കിൽ ഈ കഥക്ക് നല്ല ബന്ധമുണ്ട് എന്ന രീതിയിൽ ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് മാറാൻ, കാരണം ഒരു താടി എടുക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാന സബ്ജക്റ്റ്. അതായത് ഗന്ധർവനായിട്ട് അഭിനയിക്കണമെങ്കിൽ താടി എടുക്കണം. കാരണം ഗന്ധർവൻ താടി വെച്ചിട്ടില്ല എന്നാണ് സംവിധായകൻ്റെ സങ്കല്പവും, അത് നമ്മുടെ നാട്ടിലെ എല്ലാവരുടെ സങ്കല്പം. അപ്പോൾ താടി എടുത്താൽ വീട്ടിൽ നിന്നുള്ളവർ വിടുന്നില്ല. കാരണം താടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ താടി ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ, താടി മുടിയുള്ളതുകൊണ്ട് സംവിധായകനാണ് എന്നല്ല വിചാരിച്ചിട്ട് ആൾക്കാർ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുന്നു. ഇത് പോയാൽ പിന്നെ ആരും വിളിക്കൂല. അതുകൊണ്ട് എന്തായാലും ഇത് എടുക്കാൻ പാടില്ല എന്ന് വീട്ടിൽ നിന്ന് പറയുന്നു. പക്ഷെ അവസാനം ഞാൻ പറയുന്നത് ഈ താടി വെച്ച് തന്നെ നാടകത്തിന് വേണ്ടിയിട്ടാണ്. ഇത് എടുക്കുന്നതിനെന്തില്ലെന്ന് പറഞ്ഞാൽ നാടകം എടുക്കുകയാണ്. എടുത്തു കഴിയുമ്പോഴാണ് പറയുന്നത് നാടകം വേണ്ട വെച്ചു. അപ്പോഴുണ്ടാകുന്ന എൻ്റെ ഒരു വികാരമുണ്ട്. അത് ആ നാടകം ചെയ്യാൻ വന്ന പയ്യനെ നീ പ്രേമിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് താടി എടുപ്പിച്ചെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് തല്ലുമൊക്കെ ചെയ്തിട്ട് പിന്നീട് ആ നാടകം പൂർത്തീകരിച്ച് അവതരിപ്പിക്കുന്നതാണ് ആ സിനിമയുടെ ക്ലൈമാക്സ്. അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു. പിന്നെ ഇതിനു മുമ്പേ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ ചെയ്തിട്ടുണ്ട്. മോഹൻ കുപ്ലയുടെ കാതിലൊരു കിന്നാരത്തിൽ സ്വയംവരാനന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ദ്രാവിഡൻ എന്നുള്ള പടത്തിൽ ഒരു റബ്ബർ വെട്ടുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മുഴുനീള വേഷം ചെയ്തത് ഈ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയിലാണ്. ഇത്രയ്ക്കാണ് എന്നെക്കുറിച്ചിട്ട് ചുരുക്കി പറയാവുന്നൊരു സാധനം. പിന്നെ പറയേണ്ടത് പരത്തി പറയലാണ്. അത്രയും പരത്തി പറയേണ്ട കാര്യം നമ്മൾ തമ്മിലാവുമ്പോൾ, പ്രത്യേകിച്ച് പയ്യന്നൂർ എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ 57 മുതൽ ഈ പറയുന്ന ഇത്രയും കാലത്തേക്ക് ജീവിതത്തിൽ തന്നെ നമ്മൾ എല്ലാവരെയും കണ്ടുമുട്ടുന്നത് പയ്യന്നൂർ അന്നും ഇന്നും കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്. എൻ്റെ നാടകത്തിലൂടെ വന്നാണ് ഈ KC കൃഷ്ണനും ഈ VTK കണ്ടുമുട്ടും ഈ പയ്യന്നൂർ ഉണ്ണികൃഷ്ണനും. ഇങ്ങനെ പയ്യന്നൂരിലെ പ്രഗത്ഭരായ ഒരുപാട് നാടകക്കാർ നമ്മുടെ നാടകങ്ങളിലൂടെ വന്നവരാണ് എന്നതുകൊണ്ടും അവരെല്ലായിട്ടുള്ള ആത്മബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു സംതൃപ്തിയായിട്ട് കാണുന്നു. കാൽച്ചിലമ്പ് എന്ന് പറയുന്ന സിനിമ, സ്വന്തം നാടക അനുഭവങ്ങൾ, ഇതെല്ലാം ഇപ്പം MT സാർ പറഞ്ഞിട്ടുള്ളത്. അതെ, ഈ നാടകത്തിൽ ആദ്യം പെൺവേഷം കെട്ടി വന്നു എന്ന് പറഞ്ഞു. പെൺവേഷം കിട്ടിയില്ല. ഞാൻ നാടകം ചെയ്യുന്ന കാലത്ത് നടികൾ ഉള്ളതല്ല, നടന്മാർ തന്നെ പെൺവേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പെൺവേഷം കെട്ടേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ കെട്ടിയിട്ടില്ല. കെട്ടേണ്ടി വന്നിട്ടില്ല. ഇല്ല, കൊമേഡിയനായിട്ടാണ് ആ നാടകത്തിലും അഭിനയിച്ചത്. ഓക്കെ. MT സാർ, ഇതിലിപ്പോ ഇപ്പം നമ്മളിപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നാടകം തുടങ്ങിയ ഒരാളാണ്, അല്ലെങ്കിൽ നാടക സംവിധാനം തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ ഞാൻ കാണുന്ന 2 വിഭാഗമുണ്ട്. ഒന്ന് MT സാറിനെ പോലെയുള്ള സീനിയർ ആളുകൾ, മറ്റൊന്ന് ജെൻസി വിഭാഗം. ഈ ജെൻസി വിഭാഗത്തിന് നാടകത്തോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും കാണുന്നില്ല. അത് താല്പര്യം തീരെ ഇല്ലാത്ത വിഭാഗമില്ല. അതായത് മുമ്പത്തെ പോലെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നാടകം കാണുമ്പോൾ നാടകക്കാരനാവണം, സിനിമ കാണുമ്പോൾ സിനിമക്കാരനാവണം, ഫുട്ബോൾ കാണുമ്പോൾ ഫുട്ബോൾ കളിക്കാരനാവണം എന്ന് തോന്നിയതുപോലെ തോന്നുന്ന കുട്ടികളില്ല. അത് നമുക്ക് വേണമെങ്കിൽ പറയാം. നേരെ മറിച്ച് നാടകത്തിൽ താല്പര്യമുള്ളവർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം, പഴയ പോലെ ഇല്ല. പിന്നെ രണ്ടാമത് എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നാടകം എന്ന് പറയുന്നത് നിരന്തര പ്രാക്ടീസിലൂടെ മാത്രം അവതരിപ്പിക്കാവുന്ന ഒരു കലയാണ്. അപ്പം നിരന്തരമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ചിലവഴിക്കാൻ ഇന്ന് ആർക്കും ഇല്ല, സമയമില്ല. അതിനുവേണ്ടി അങ്ങനെ ഇനി അഥവാ ചിലവഴിച്ചു ഒരു നാടകം സെറ്റ് ചെയ്താൽ ആ നാടകത്തിന് കളികൾ കിട്ടുന്നില്ല, വേദികളില്ലാതിരിക്കുമ്പോൾ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല, ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ അതിനുവേണ്ടി മെനക്കിടുന്ന സമയത്ത് നമ്മളത് ഒഴിവാക്കിയിട്ട് ഒരു 2-3 ദിവസം കൊണ്ട് ഒരു ടെലിഫിലിം ചെയ്ത് ആ ടെലിഫിലിം എഡിറ്റ് ചെയ്ത് അതിൽ വിട്ടാൽ ഇന്നിപ്പോൾ യൂട്യൂബിലോ മറ്റേലോ മറിച്ചോ ഏലും കയറ്റി വിടാം എന്നൊരു ചിന്തയിലാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവനുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ആദ്യകാലത്ത് സിനിമയിൽ വന്നതുപോലും ഇനി സത്യനായാലും നസീറായാലും തിക്കുറിശിയായാലും ആ കാലം മുതൽ ഇപ്പം ഈ അവസാന സമയത്തുണ്ടായ തിലകൻ ചേട്ടൻ അടക്കം, മോഹൻലാൽ അടക്കം, മമ്മൂട്ടി അടക്കം നാടക രംഗത്ത് നിന്നാണ് അവരൊക്കെ സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. ഈ നാടകം അഭിനയിച്ചാൽ മാത്രമേ സിനിമ ആവൂലൂ എന്നില്ല. കാരണം ഈ സത്യനും നസീറൊക്കെ അഭിനയിക്കുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ അന്ന് നാടകം തന്നെ ഷൂട്ട് ചെയ്ത് സിനിമയാക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അന്നത്തെ നസീറിന്റെ അഭിനയമൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓവർ ആക്ടിങ് ഉണ്ടാവും, നാടകീയത ഉണ്ടാവും. കാരണം അന്ന് യശൽപുരത്തിനെ പോലുള്ളവരും ആ തോപ്പിൽ വാസിനെ പോലുള്ളവരൊക്കെയാണ് അന്ന് സിനിമയുടെ ആളായിരുന്നത്. കാരണം നാടകം തന്നെ ഷൂട്ട് ചെയ്ത് സിനിമയാക്കിയിട്ട് അത് ലൊക്കേഷൻ വന്നപ്പോൾ വിവിധ സ്ഥലത്തേക്ക് മാറ്റി സ്റ്റേജിൽ സെറ്റ് ഇടുന്നതിന് പകരം എന്നല്ലാതെ നാടകം തന്നെ ഉണ്ടായിരുന്നൊരു കാലം അത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ പെരുമാറാൻ അറിഞ്ഞാൽ മതി എന്നില്ല. അന്നത്തെ മാതിരി ഇപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ നല്ലോണം കരഞ്ഞു കാണിച്ചാൽ മാത്രമേ ഓഡിയൻസ്, ഇന്ന് കരഞ്ഞു കാണിക്കണ്ട. പുതിയ തലമുറക്ക് എന്ത് ചെയ്യുമ്പോഴും അതിന് സമയം ചെലവഴിക്കാൻ അവർക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ അതിന് തിരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നു എന്ന ചോദ്യമാണ്. അപ്പം അതുകൊണ്ടാണ് നാടകങ്ങൾ നമ്മുടെ നാട്ടിൽ പൊതുവെ കുറഞ്ഞു വരാനുള്ള ഒരു പ്രധാന കാരണം. കാരണം അത് റിസ്ക് എടുത്ത് പഠിച്ചിട്ട് വേണം അവതരിപ്പിക്കും. അങ്ങനെ നോക്കുമ്പോൾ നാടകങ്ങൾ മാത്രമല്ല, ഇപ്പൊ കഥാപ്രസംഗം അതുപോലുള്ള പല കലകളും ഇപ്പൊ കുറഞ്ഞു വരുന്നു. പഴയ വേദികൾ ഇപ്പൊ കുറഞ്ഞു വരുന്നു. അതെ, അത് ആസ്വാദനത്തിന്റെ പ്രശ്നം കൂടിയുണ്ട്. കാരണം പുതിയ ന്യൂ ജൻ എന്ന് പറയുന്നവരുടെ ആസ്വാദന നിലവാരത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പഴയ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറയുന്നത് അതാർക്ക് എന്ന് നമ്മൾ ചോദിച്ചാൽ അതും മധ്യവയസ്സ് കഴിഞ്ഞവർക്കാണ്. പുതിയവരെ സംബന്ധിച്ചിടത്തോളം അവരതിൻ്റെ താളം മാറുന്ന രീതിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം ഇതിനിടെ തന്നെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ കടപ്പുറത്തുള്ള എടിയിലക്കാടുള്ള സജീവൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു. ഒരു കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി, അവൻ ഇഷ്ടപ്പെടുന്ന പാട്ട് ശോകഗാനങ്ങളൊന്നുമല്ല, കലാഭവൻ മണിയുടെ പാട്ടാണെങ്കിലും അടിപൊളി പാട്ടുകളാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. അവൻ ചിലപ്പോൾ ഒക്കെ വിളിച്ചിട്ട് പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ അവന് പാടിക്കൊടുക്കുന്ന പാട്ടുകൾ ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇപ്പം കൂട്ടരേ എന്ന് പറയുന്ന അത്തരം പാട്ടുകളാണ് അവൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു തലമുറ മാറുമ്പോഴും ഭിന്നശേഷിക്കാരനായ കുട്ടിയാണെങ്കിലും അവനും താളബോധം എന്ന് പറയുന്നൊരു സാധനം മാറിയിട്ടാണ് വരുന്നത്. ഈ പതിഞ്ഞ റിതം ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അത് ഇതിനെല്ലാറ്റിനും ഒരു ബാധകമാണ് ഈ കാര്യങ്ങൾക്കെല്ലാം. ഇപ്പൊ പയ്യന്നൂര് നാടകാവതരണത്തിനും പഠിക്കാനെല്ലാമായിട്ട് പീപ്പിൾ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ നമ്മുടെ MLA മുൻകൈ എടുത്തിട്ട് ഇവിടെ വരുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിനിടെ മനോരമയിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു ഇത് പറയണം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ, ഇപ്പം മരിച്ചുപോയ എൻ്റെ സുഹൃത്ത് EAG ഒരുപാട് കാലം മുനിസിപ്പാലിറ്റിക്ക് നിവേദനം കൊടുത്താണ് പയ്യന്നൂർ കല അവതരിപ്പിക്കാൻ ഒരു ടൗൺ ഹാളില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലമില്ല, ഈ കല അവതരിപ്പിക്കാനും പഠിക്കാനുമായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് മുനിസിപ്പാലിറ്റിക്കെല്ലാം ഒരുപാട് കാലമായി കത്ത് കൊടുത്ത ആളാണ്. പയ്യന്നൂർ പോലുള്ളൊരു സ്ഥലത്ത് കലാവതരണത്തിന് ഒരു വേദി, അതുപോലെ കല പഠിക്കാനുള്ള ഒരു വേദി എന്ന രീതിയിൽ ഒരു പീപ്പിൾ തിയേറ്റർ അത്യാവശ്യമാണ്. പക്ഷേ അത് പഴയതുപോലെ ഒരു ഹോളോ ഒരു ഇതോ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇന്നിപ്പം എന്ന് വെച്ചാൽ റിഹേഴ്സലുകളൊക്കെ പല രീതിയിലാണ്. റിഹേഴ്സലിന് തന്നെ നമ്മൾ മുമ്പ് നമുക്കൊരു ഹാളിൽ വായനശാലയുടെ ഹാളിലോ മറ്റോ ഹാളിലോ റിഹേഴ്സൽ എടുത്ത് കഴിക്കാം. ഇന്ന് അങ്ങനെ പറ്റില്ല. ഇന്ന് വിശാലമായ സ്ഥലത്ത് പല രീതിയിലുള്ള നാടകങ്ങളാണ് വരുന്നത്. അപ്പം അതിന് വേണ്ടുന്ന സൗകര്യങ്ങളുള്ള രീതി വേണം. അതുപോലെ ദിവസങ്ങളോളം താമസിച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പം താമസിക്കുന്നവർക്കുള്ള താമസ സൗകര്യം വേണം, അവർക്ക് കുളിക്കാനും അതും ഇതെല്ലാം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ റിഹേഴ്സൽ നടക്കുന്നതിനിടയിൽ ഭക്ഷണത്തിന് പോകാൻ പറ്റില്ല. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനും കൊടുക്കാനും പറ്റുന്ന അങ്ങനെ വിവിധ രീതിയിലുള്ള ആവശ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പീപ്പിൾ തിയേറ്ററാണ്. ഇനി അവതരിപ്പിക്കാനുള്ള ഒരു ഓഡിറ്റോറിയം മാത്രമല്ല, ഓഡിറ്റോറിയം
ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള, ഇത് പഠിക്കാനുള്ള ഒരു സ്ഥല സൗകര്യം കൂടി അവിടെ കണ്ടെത്തണം. ഇതെല്ലാം കൂടി കണ്ടെത്തണം എന്ന് പറയുന്നത് ഈ പറയുന്ന കോടികൾ കൊണ്ടൊന്നും ആവില്ല. പക്ഷെ നമ്മൾ വിശാലമായ രീതിയിൽ അത് കണ്ടെത്തുകയും അതിന് ഏതെല്ലാം സ്റ്റെപ്പായി നടപ്പിൽ വരുത്തണം എന്ന രീതിയിൽ സ്റ്റെപ്പായിട്ട് നടപ്പിൽ വരുത്തുകയും ചെയ്താൽ ഒരുപാട് കാലം കൊണ്ടാണെങ്കിൽ പോലും അത്തരമൊരു വിശാലമായ തിയേറ്റർ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാതെ നമ്മളൊരു ഹോളും ഒരു സ്റ്റേജും ആക്കി പീപ്പിൾ തിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നമ്മൾ അത്തരം വിശാലമായ രീതിയിലുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഇപ്പം തന്നെ പ്ലാൻ തയ്യാറാക്കി ആദ്യം വേണ്ടത് ആദ്യം എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ അതൊരു ഗംഭീര വിജയമായിരിക്കും. പയ്യന്നൂർ പോലുള്ള ഒരു സ്ഥലത്ത് നാടകം മാത്രമല്ല, എല്ലാ കലകൾക്കും ഇത് ആവശ്യമാണ്, റിഹേഴ്സലുകളും അത് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കാനും അവതരിപ്പിക്കാനുള്ളൊരു വേദി പീപ്പിൾ തിയേറ്റർ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അവിടത്തേക്കുള്ള വാഹന സൗകര്യങ്ങൾ വേണം, പാർക്കിംഗ് സൗകര്യം വേണം, അങ്ങനെയൊക്കെയുള്ള സ്ഥലം കണ്ടെത്തണം. മുമ്പ് നമ്മൾ ഇടയിൽ ഈ നന്മയുടെ ആവശ്യം വെച്ചുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിക്ക് ഇവിടെ വരുന്ന തിയേറ്റർ കോംപ്ലക്സ് വരുന്നതിൽ ഒരു തിയേറ്റർ സ്റ്റേജൊക്കെ ഉള്ള ആളുകൾക്ക് ഇരിക്കാവുന്ന ആ സ്ക്രീൻ അടിച്ചു മാറ്റിയാൽ അവിടെ വലിയ സ്റ്റേജ് ആയിരിക്കണം, മുന്നിൽ ആളുകൾക്ക് ഇരിക്കാവുന്ന രീതിയിൽ അതൊരു തിയേറ്ററാക്കി തരണം, അപ്പോൾ കലാവതരണത്തിന് പറ്റുന്ന രീതിയിൽ എന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ മാത്രം ആക്കിയിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള വിശാലമായ രീതിയിലുള്ള അതിലാവശ്യമായ രീതിയിൽ ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കണം, അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണം എന്ന രീതിയല്ല. മേലാവൽ അതിൻ്റെ ഗുണങ്ങൾ വന്ന് രീതിയിൽ അത്യാവശ്യം വേണ്ടത് ഇപ്പോഴാക്കിക്കൊണ്ട് ബാക്കിയുള്ളത് ചെയ്തുകൊണ്ട് അത് വിശാലമായ പ്ലാനിങ്ങിൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എം.ടി സാർ, പയ്യന്നൂർ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, പീപ്പിൾസ് തിയേറ്റർ പോലത്തെ കാര്യങ്ങൾ ഇനി ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വരാനുണ്ട്. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴും ഫൈൻ ആർട്സ് പോലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ. അത് ഈ ഫൈൻ ആർട്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പയ്യന്നൂർ അരുണോദയ കലാസമിതി എന്ന് പറഞ്ഞിട്ട് ദിനേശ് പീഡി തൊഴിലാളികൾ വെച്ചൊരു നാടക ട്രൂപ്പ് തുടങ്ങിയാണ്. അത് പിന്നീട് ദിനേശ് തിയേറ്റേഴ്സായി. ആ ദിനേശ് തിയേറ്റേഴ്സ് കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഓഫീസിലാണ് പയ്യന്നൂർ ദൃശ്യ ഫൈൻ ആർട്സ് സൊസൈറ്റി ആരംഭിക്കുന്നത്. അപ്പോൾ ദൃശ്യ ഫൈൻ ആർട്സ് സൊസൈറ്റി കുറേ കാലം അവിടെ പ്രവർത്തിച്ചു. ഞാൻ അന്ന് അതിൻ്റെ ദൃശ്യ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അല്ല, ഇത് അത് വേറൊരു ഫൈൻ ആർട്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ ഫൈൻ ആർട്സ് സൊസൈറ്റി, അപ്പൊ ആ ഫൈൻ ആർട്സ് സൊസൈറ്റി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാടകങ്ങൾ കുറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഈ എല്ലാ കേരളത്തിലെ മൊത്തം ഫൈൻ ആർട്സ് സൊസൈറ്റികളുടെ പ്രവർത്തനവും മന്ദീഭവിച്ചൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ പയ്യന്നൂർ ദൃശ്യം മന്ദീഭവിച്ചു. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഒരു 10 വർഷമായിട്ട് പുതിയ ഭരണസമിതിയൊക്കെ വന്നിട്ട് അത് വളരെ നല്ല രീതിയിൽ ദൃശ്യ ഗംഭീരമായിട്ട്, അതായത് ആയിരക്കണക്കിന് മെമ്പർമാരെ വെച്ചുകൊണ്ട് ഗംഭീരമായ പരിപാടികൾ നടത്തുന്നുണ്ട്. അത് ഫാമിലി ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വലിയ രീതിയിലാണ് നടത്തുന്നത്. പക്ഷെ അതും കൂടുതൽ നാടകങ്ങൾ വെച്ചാൽ തന്നെ കാണാൻ ആളില്ല. അതേ അവസരത്തിൽ ഗാനമേള, വലിയ ഗാനമേള, സിനിമക്കാരുടെ ഗാനമേള അല്ലെങ്കിൽ ബാൻഡ് എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ള പരിപാടികൾ വെച്ചാലാണ് അത് കാണാൻ ആളുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പ് പയ്യന്നൂർ ഉണ്ടായതാണ് നമ്മുടെ പ്രൊഫസർ രാജീവ് മാഷ്, മുണ്ടത്തെ രാജീവ് എന്ന് പറയുന്ന രാജീവ് മാഷ്, അവരൊക്കെ മുമ്പ് ഇവിടെ ഒരു സംഗീത സഭ നടത്തിയിരുന്നു. അപ്പോൾ ഈ സംഗീത സഭ എന്ന് പറയുന്നത് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അതും ഇതുപോലെ അവസാനിച്ചു. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ്റെ ജ്യേഷ്ഠൻ വേണുമാഷക്ക് ഒരു ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വേണുമാഷ ശിഷ്യന്മാരായിട്ടുള്ള സംഗീതജ്ഞന്മാർ കൂടി ചേർന്നിട്ട്, ഒപ്പം രാജീവ് മാഷ് വേണുമാഷ ശിഷ്യനായിരുന്നു, രാമേന്ദ്ര മാഷ് ശിഷ്യനുമായിരുന്നു. അപ്പം ഞാൻ ഇവരെ രണ്ടാളെ ശിഷ്യനല്ല, പക്ഷേ ഇവർ രണ്ടാളും അടുത്ത സുഹൃത്താണ്. അങ്ങനെ ഞാനും അതിലെത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വേണുമാഷെ ആദരിക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കി. അങ്ങനെ വേണുമാഷെ ആദരിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരു അഭിപ്രായം, ഇത് പിരിച്ചുവിടണ്ട, ഇത് നമുക്ക് പണ്ട് രാജീവ് മാഷ് സംഗീത സഭ നടത്തിയതുപോലെ അത് നടത്തിക്കൂടെ. രാജീവ് മാഷ് ശരി, നമുക്കത് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ സമയത്ത് നമ്മൾ 250 ആൾ ഈ വേണുമാഷ് ശിഷ്യന്മാരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കത് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ഫൈൻ ആർട്സ് സൊസൈറ്റിക്ക് രൂപം കൊടുത്ത്
അത് പ്രതിമാസ പരിപാടി അവതരിപ്പിക്കാം, 10 പരിപാടി. ഒരു പക്ഷെ വർഷം. ഭയങ്കര മഴയുള്ള ജൂൺ ജൂലൈ വേണ്ട, ഓഗസ്റ്റ് മുതൽ മെയ് വരെ 10 പരിപാടി എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ആ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളായിട്ട് പോകുമ്പോൾ ഈ പരിപാടി നടത്തണമെങ്കിൽ സാമ്പത്തികം എന്തായാലും വേണമല്ലോ. എല്ലാം കലാകാരന്മാരായതുകൊണ്ട് കാര്യമില്ല, അതിനു വേണ്ട ഒരുക്കങ്ങൾ വേണ്ടേ, സൗണ്ട് സിസ്റ്റം വേണ്ടേ. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ഒരു 1000 രൂപ ഒരു മെമ്പറിൽ നിന്നുള്ള രീതിയിൽ വാങ്ങാം. അങ്ങനെ തീരുമാനിച്ച് നോക്കുമ്പോൾ നമുക്ക് 300 മെമ്പർമാരേ ആയുള്ളൂ. 300 മെമ്പർമാരിൽ നിന്ന് 3 ലക്ഷം രൂപ കിട്ടിയാൽ 10 പരിപാടി നടത്താൻ പറ്റുമോ? 30,000 രൂപയ്ക്ക് ഒരു മാസത്തെ പരിപാടി നടക്കില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടി ഫണ്ട് ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ സഹായ നിധിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഫണ്ട് ഉണ്ടാക്കി ഒരു കൊല്ലം നടത്തി. 2ാമത്തെ കൊല്ലം നമ്മൾ 1500 രൂപ മെമ്പർഷിപ്പ് ആക്കിക്കൊണ്ടത് വീണ്ടും തുടർന്നു. രാജീവ് മാഷ് പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയുമാണ്. അത് കഴിഞ്ഞു. ഇപ്പം ഇന്ന് അതിൻ്റെ കണക്കൊക്കെ പറയുന്ന ഫൈനൽ മീറ്റിംഗാണ്. അപ്പോൾ അടുത്ത വർഷത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്യും. അപ്പം അതിന് മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എത്ര വാങ്ങിക്കേണ്ടി വരും, എന്നാലാണ് നമുക്കിത് നടക്കുക. അപ്പോൾ എത്ര മെമ്പർമാർ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വേണം, അല്ല ഇതിൽ നിന്ന് ആരും കൊഴിഞ്ഞു പോവുമോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങളും ഇതെല്ലായിട്ടുള്ളൊരു മീറ്റിങ്ങിനാണ് ഞാനിപ്പോൾ പോകേണ്ടത്. അതാണ് നിങ്ങളോട് തിരക്ക് പിടിച്ച് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫൈൻ ആർട്സ് സൊസൈറ്റികൾക്കും ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഇപ്പം സ്വാമി തുര്യൻ 41 ദിവസമാണ് ഇപ്പോൾ, ഇതിനു മുമ്പേ 101 ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ ആളുകൾ താല്പര്യമുണ്ട് പോന്ന് എന്നല്ലാതെ അവിടെ ഇപ്പം എനിക്കും നല്ല താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ പോവാ എന്ന് പറഞ്ഞാൽ ഫോൺ അവിടെ മാറ്റി വെക്കണം, ഒരു കാരണവശാലും ഫോൺ ചെയ്യാൻ പറ്റില്ല. കച്ചേരി തീരുന്നത് വരെ അവിടെ ഇരിക്കണം പോയാൽ, അല്ലെങ്കിൽ പോകാതിരിക്കുക. ഇതൊക്കെയാണ് അവിടുത്തെ നിഷ്കർഷം. അങ്ങനെ നമുക്ക് ഇത്തരം രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഫൈൻ ആർട്സ് സൊസൈറ്റി. ഇപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് ഫോൺ വന്നാൽ വൈബ്രേഷനിലിട്ടിട്ട് നിങ്ങൾ അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി പുറത്ത് പോയിട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് പോകുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഫൈൻ ആർട്സ് മാത്രമേ നടക്കൂ. അപ്പോൾ ദൃശ്യ പോലുള്ള അടിപൊളി ആർട്ടിസ്റ്റുകളെ മാത്രം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അടിപൊളി കാണികളെ വെച്ചുകൊണ്ടുള്ളതോ, അല്ലെങ്കിൽ സ്വാമി നടത്തുന്ന തുരീയം പോലുള്ള 100% സംഗീതജ്ഞന്മാരായ ആളുകളെ വെച്ചുകൊണ്ടോ അല്ലാതെ സാധാരണക്കാരന് പറ്റുന്ന രീതിയിലുള്ള സംഗീത പരിപാടി മാത്രമല്ല, നമ്മളും അതിലൊരു നാടകം നടത്തുന്നുണ്ട്, നൃത്തങ്ങൾ നടത്തുന്നുണ്ട്, ഗാനമേള നടത്തുന്നുണ്ട്, കച്ചേരി നടത്തുന്നുണ്ട്. ഇപ്പം എല്ലാ പരിപാടികളും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയാണ് ഇപ്പം നടക്കുന്നത്. രാഗസുധ പയ്യന്നൂർ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം നടക്കുന്നത് ആരാധന ഓഡിറ്റോറിയത്തിലാണ്. നമുക്ക് പീപ്പിൾ തിയേറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടത്തേക്ക് മാറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പനോരമയിലേക്ക് സെലക്ട് ചെയ്ത കാൽച്ചിലമ്പ് എന്ന് പറഞ്ഞൊരു സിനിമ വളരെ പയ്യന്നൂരിന് തന്നെ അഭിമാനം നൽകുന്ന ഒരു സിനിമയാണത്. അപ്പം അതിൻ്റെ സൃഷ്ടാവിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട്. ഏതായാലും MT സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരുപാട് സിനിമകൾ ഇനിയും അഭിനയിക്കാനും സംവിധാനം ചെയ്യാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. കൂടുതൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ശരിക്ക് ഒരു ഭയവും ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. ഇത്രയും സീനിയറായ ഒരു കലാകാരൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ട്. ഒരുപാട് നല്ല സിനിമകൾ, ഇനിയും നല്ല നാടകങ്ങൾ, അതുപോലെ കലാരംഗത്ത് കലാകാരന്മാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.